പുല്ലുകൾക്കിടയിലൂടെ നടക്കുമ്പോൾ ഒരു പാമ്പ് നിങ്ങളെ കടിച്ചുവെന്ന് സങ്കല്പിക്കുക. ആ നിമിഷം ശരീരത്തിൽ പടരുന്ന വിഷം നീക്കം ചെയ്ത് ജീവൻ രക്ഷിക്കാൻ ശ്രമിക്കുന്നതിന് പകരം നിങ്ങൾ ആ പാമ്പിന് പിന്നാലെ ഓടാൻ തുടങ്ങുന്നു. കാരണം നിങ്ങൾക്ക് ചില ചോദ്യങ്ങൾക്ക് മറുപടി കിട്ടണം. അതെന്നെ എന്തിനു കടിച്ചു? ഞാൻ ഇതിന് അർഹനായിരുന്നില്ലല്ലോ. എനിക്കൊരു മാപ്പ് വേണം, ഒരു വിശദീകരണവും വേണം. വിഷം പടരുകയാണ്, ഉടൻ ചികിത്സിക്കണമെന്ന് ചിന്തിക്കേണ്ട സമയത്ത് നിങ്ങൾ പാമ്പിനോട് തർക്കിക്കുകയാണ്. നീ എന്തിനാണ് എന്നോട് ഇങ്ങനെ ചെയ്തത്? ആ പാമ്പ് പെട്ടെന്ന് സത്യസന്ധത കാണിക്കുമെന്നും നിങ്ങൾക്കൊരു ക്ലോഷർ ലഭിക്കുമെന്നും നിങ്ങൾ പ്രതീക്ഷിക്കുന്നു. പക്ഷേ ആ ഓരോ നിമിഷവും വിഷം നിങ്ങളുടെ രക്തത്തിലൂടെ ശരീരമാസകലം പടരുകയാണ്. നമ്മളെ വേദനിപ്പിച്ച ആളുകളോട് നമ്മൾ ചെയ്യുന്നതും ഇതുതന്നെയാണ്. സംഭവിച്ച കാര്യത്തെ അംഗീകരിച്ച് സ്വയം രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിന് പകരം എന്തുകൊണ്ട് എന്ന ചോദ്യത്തിന് പിന്നാലെ നമ്മൾ പാഞ്ഞുകൊണ്ടിരിക്കുന്നു. കാരണം അറിഞ്ഞാൽ വേദന കുറയുമെന്ന് നമ്മൾ വിശ്വസിക്കുന്നു. പക്ഷേ സത്യം മറ്റൊന്നാണ്. കാരണം അറിഞ്ഞാലും നമ്മുടെ ഉള്ളിൽ പടർന്ന ആ വിഷം ഇല്ലാതാകുന്നില്ല. ചില പാമ്പുകൾ കടിക്കുന്നത് അവ പാമ്പുകളായതുകൊണ്ടാണ്, അല്ലാതെ നിങ്ങൾ മോശമായതുകൊണ്ടല്ല. നിങ്ങൾ അതിന് അർഹനായതുകൊണ്ടോ നിങ്ങൾ എന്തെങ്കിലും തെറ്റുകൾ ചെയ്തതുകൊണ്ടോ അല്ല. നിങ്ങൾ കുറച്ചുകൂടി നല്ല ആളായിരുന്നെങ്കിൽ പോലും ആ പാമ്പ് നിങ്ങളെ കടിക്കുമായിരുന്നു. കാരണം ചില മനുഷ്യരുടെ സ്വഭാവം അങ്ങനെയാണ്. അവരുടെ മുന്നിൽ ആരായാലും അവർ ഉപദ്രവിക്കും. യഥാർത്ഥ അതിജീവനം തുടങ്ങുന്നത് നിങ്ങൾ ആ പാമ്പിന് പിന്നാലെ പോകുന്നത് നിർത്തി നിങ്ങളുടെ സ്വന്തം മുറിവിലേക്ക് നോക്കുന്ന നിമിഷത്തിലാണ്. ഉത്തരങ്ങൾക്കായി അലയുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ നിന്നും രക്തം വാർന്ന് സ്വയം തളരുകയാണെന്ന് തിരിച്ചറിയുക. സുഖപ്പെടാൻ നിങ്ങൾക്ക് വിശദീകരണങ്ങളുടെ ആവശ്യമില്ല. പകരം വേണ്ടത് ഇവയൊക്കെയാണ്. അത് സംഭവിച്ചുവെന്ന് അംഗീകരിക്കുക. നിങ്ങളെ തകർത്തവരിൽ നിന്നും അകലം പാലിക്കുക. ആ വിഷം നിങ്ങളെ പൂർണ്ണമായി നശിപ്പിക്കുന്നതിന് മുമ്പ് തിരിഞ്ഞു നടക്കാനുള്ള ആത്മബലം ഉണ്ടാക്കിയെടുക്കുക. പാമ്പിനെ മാറ്റാൻ കഴിയില്ല, പക്ഷെ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവൻ രക്ഷിക്കാൻ കഴിയും. എല്ലാവർക്കും ശുഭദിനം. താങ്ക് യു സോ മച്ച്.